വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുടത്ത്. ഓരോ കുടുംബ നാലാമയിടത്തും അവരുടെ തലമുറകളായിട്ട് ഗുരുമുത്തച്ഛന്മാരായിട്ട് പഠിച്ചു സേവിച്ചു കൊണ്ടുവന്ന് കുടിവെച്ച് ആരാധിക്കുന്നതായ ഒരുപാട് മൂർത്തികളുള്ള കുടുംബ നാലാമയിടങ്ങളാണ് ഇന്ന് പലവരും ആചരിക്കണില്ല, ഞങ്ങളുടെ വീട്ടിലില്ല എന്നുള്ളത് ചിലവർ പറയാറുണ്ട്. അതില്ലാഞ്ഞിട്ടല്ല, അവരതിനു വേണ്ടി അറിയാഞ്ഞിട്ടാവും, ശ്രമിക്കാഞ്ഞിട്ടാവും. അപ്പം ഇന്ന് ഒരു സാധാരണ ഒരു ഹിന്ദു കുടുംബത്തിലെ ആ ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഉദ്ദേശിച്ചത് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് അവരുടേതായ ആചാരങ്ങളും പ്രാർത്ഥനകളുണ്ട്, മുസ്ലിം സഹോദരങ്ങൾക്കും അവരുടേതായ കർമ്മക്രിയകളും ആചാരങ്ങളും പ്രാർത്ഥനകളുണ്ട്. എന്നാൽ ഇതിലെ ഹിന്ദുക്കളിലെ അവർക്ക് അവരുടെ തലമുറകളായിട്ട് വെച്ച് ആരാധിച്ചു വരുന്ന മൂർത്തികളോടുള്ളതായ അളവറ്റ സ്നേഹം, അതേപോലെ തന്നെ വെച്ച് നിവേദ്യങ്ങൾ, പൂജകൾ, നിത്യപൂജ ഇത്യാദികളൊക്കെയുള്ള പല കുടുംബങ്ങളുണ്ടായിരുന്നു. ആ പല കുടുംബങ്ങളുണ്ടായിരുന്നത് ഇന്ന് അതൊക്കെ വളരെയധികം ശോഷിച്ചുപോയി. ആർക്കും വിശ്വാസമില്ല. ഒരു വ്യക്തിയുടെ അച്ചാച്ചൻ ഒരു വിശ്വാസമില്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകന് വിശ്വാസം ഉണ്ടായിക്കൊള്ളുന്നില്ല, അദ്ദേഹത്തിൻ്റെ മകന് തീരെയും വിശ്വാസം ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ അവരൊക്കെ ചിലപ്പോൾ മറ്റ് ദേവന്മാരൊക്കെ വെച്ച് വിളക്ക് വെച്ച് ആരാധിക്കുന്നവരുണ്ടായിരിക്കാം, ധാരാളം ഉണ്ടായിരിക്കാം. ആ വിളക്ക് വെച്ച് ആരാധിക്കുന്നത് അവർ തൽക്കാലം ഒരു ആശ്വാസം എന്നല്ലാതെ അതിന് സ്ഥായിയായിട്ട് അവരുടെ കുടുംബ നാലാമയിടത്തേക്ക് അവരുടേതായ മക്കളൊക്കെ നല്ലതൊരു ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം ഉണ്ടാവണമെങ്കിൽ ആ കുടുംബ നാലാമയിടത്ത് വെച്ച് ആരാധിച്ചു വരുന്നതായ ധർമ്മദൈവങ്ങളെ കൃത്യമായിട്ട് പരിപാലിക്കണം. അത് പരിപാലനമില്ലാത്ത പക്ഷം അവരുടെ കുടുംബ നാലാമയിടത്തേക്ക് നാനാവിധത്തിലുള്ള രോഗാദികളും സാമ്പത്തികമായിട്ടുള്ളതായ നഷ്ടനഷ്ടങ്ങളും രോഗാദികളും ചില ദുർമരണങ്ങളും ആപത്തുകളും അത്തരം കാര്യങ്ങളോ അതിലേറെ വിമിഷ്ടമുണ്ടാകുന്നതായ തരത്തിലുള്ളതായ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കണ്ടുവരുന്നത്. അങ്ങനെ ധർമ്മദൈവാദികളുടേതായ സഹായങ്ങളില്ലാതെ വരുമ്പോൾ പുറത്തുനിന്ന് വരുന്നതായ മറ്റനേകം ദുരിതങ്ങൾ, ബന്ധനങ്ങൾ ഇതൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവരുടെ കുടുംബ നാലാമയിടപരമായിട്ട് വെച്ച് ആരാധിച്ചിരുന്നു വരുന്നതായ ആ മൂർത്തികൾക്ക് ഇപ്പോൾ ആ ധർമ്മദൈവങ്ങൾ എന്ന് പറയാനായിട്ട് ഭദ്രകാളി ഉണ്ടായിരിക്കാം, ചാത്തനോ കരിങ്കുട്ടിയോ ചൊവ്വയോ ഭൈരവനോ വീരഭദ്രനോ ഭുവനേശ്വരിയോ മലബാരൻ ദൈവങ്ങളോ അങ്ങനെ ഒരുപാട് മൂർത്തികളോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് കുറച്ച് ഏതെങ്കിലും മൂർത്തികളോ ഇല്ലാത്ത ഒരു കുടുംബ നാലാമയിടം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പല കാരണങ്ങളെ കൊണ്ട് ഇരിക്കുന്നതായ ദിക്കിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് ജോലിയുടെ ആവശ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ നാട്ടിൽ തന്നെ ചില പ്രശ്നങ്ങളെ കൊണ്ടോ, അല്ലെങ്കിൽ അത്യാവശ്യ കാര്യത്തിനൊക്കെ സ്ഥലം വെക്കേണ്ടതായ അവസ്ഥകളെ കൊണ്ടോ അങ്ങനെ വിറ്റ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവരുടെ ധർമ്മദൈവാദികൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്ന അവസ്ഥകളുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ മറ്റുള്ള ആളുകളെ കൊണ്ട് അവർക്ക് നോക്കാനായിട്ട് ഏൽപ്പിക്കുക, അങ്ങനെ പോകാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ധർമ്മദൈവാദികളെ ഞങ്ങൾ സ്ഥലം മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്നതിന് മുൻപ് ഇവർക്ക് ഒരു സ്ഥാനികരുണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാം, എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനായിട്ട് ഇരിക്കുള്ളൂ, അതുകൊണ്ട് അതുവരെ ഇവിടെ ഇരിക്കാനുള്ള സാഹചര്യം സാവകാശം നിങ്ങൾ തരണേ എന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ടാവും. അവരാ പറഞ്ഞ സമയം കഴിയുമ്പോൾ അവർക്ക് വിഷമങ്ങളാവും, ചിലപ്പോൾ അത് കച്ചവടക്കാരോ വാങ്ങിയിട്ടുണ്ടാവുക, അവരൊക്കെ അടുത്ത് വീശി കളയും. അങ്ങനെ കളയുമ്പോൾ ആ ദൈവങ്ങൾക്കും ജീവസാന്നിധ്യത്തോടു കൂടിയിട്ടാണ് അവിടെ കിടക്കുക. അത് അവരുടെ കുടുംബത്തിലെ മറ്റെല്ലാവർക്കും അനർത്ഥങ്ങൾ ഉണ്ടാക്കുക. കാരണം ജീവനോടുകൂടി ഏതെങ്കിലും വഴിയിരിക്കെ അല്ലെങ്കിൽ ചാലിലോ കുണ്ടിലോ കുളത്തിലൊക്കെ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ വെള്ളത്തിൽ കിടക്കുന്നതിൽ ജീവനുള്ളത് മത്സ്യങ്ങളുണ്ടാവും, തവള ഉണ്ടാവും, മറ്റു ചെറു പ്രാണികളുണ്ടാവും. മനുഷ്യനോ അല്ലെങ്കിൽ മനുഷ്യനായാലും കിടക്കാൻ പറ്റില്ലല്ലോ, ദൈവങ്ങൾക്കായാലും ഇരിക്കുന്ന സ്ഥലത്തേ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കൊണ്ടു കിടക്കുന്നൊക്കെ അവരുടെ അനർത്ഥത്തിനും അതേപോലെ തന്നെ അശുദ്ധിക്കും അവരുടെ ശ്രേയസ് അവരുടെ ആ ശക്തിക്ക് നാശമുണ്ടാകാൻ വരുന്നതായ സാഹചര്യങ്ങളാണ് ഉണ്ടാകുക. ആയതുകൊണ്ട് അവരുടെ കുടുംബം നാലാമയിടത്തേക്ക് ആ സന്താനങ്ങൾക്ക് വരുന്നതായ ഒട്ടനവധി ദുരിതാദികളും അപ്രകാരങ്ങളെ കൊണ്ട് ആപത്തനർത്ഥങ്ങളും തൊഴിലില്ലായ്മയും തൊഴിലുള്ളവർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകളും ഭാര്യ മക്കൾ സന്താനങ്ങളായി പിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയും
കല്യാണം കഴിയേണ്ടതായ മക്കളാണെങ്കിൽ കല്യാണം കഴിയാതെ വരിക, കഴിഞ്ഞവരാണെങ്കിൽ നിൽക്കാൻ പറ്റാതെ വരിക, മക്കളുണ്ടാവാതിരിക്കുക, വിശേഷം ഉണ്ടായാലും 1-2 മാസത്തിൽ അതിൽ കൂടുതൽ പോകില്ല, അത് അബോർഷനായി പോവും. അങ്ങനെ പലതരത്തിലുള്ളതായ അനർത്ഥങ്ങൾ ഈ ധർമ്മദൈവാദികളുടെ ദുരിതങ്ങളെ കൊണ്ട് കാണിച്ചു തരണു. ചിലവർക്കാണെങ്കിൽ ചില പ്രശ്നത്തിൽ ചിന്തിക്കുമ്പോൾ പറയും അവർക്ക് അസ്ഥിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ, എല്ലാ ക്യാൻസർ പേഷ്യൻറ്റും ഇതുകൊണ്ടല്ല, പക്ഷേ എങ്കിലും അവർക്ക് നല്ല സാധ്യതയുണ്ട് എന്ന് പറയാം ധർമ്മദൈവാദികളുടെ ദുരിതങ്ങളെ കൊണ്ട്. അച്ഛനും ദേവനും രാജാവാത്മാവും പ്രാണനസ്ഥിയും വൈദ്യ ജ്യോതിർദിവാ നിത്യം ദിക്കുമർക്കേണ ചിന്തയിൽ. അപ്പോ രാജാവിനെ പോലെ ഉയർന്നു വരാനുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊരു അവിടുന്ന് വിപരീതമായിട്ട് സാധാരണക്കാരിൽ പോലും ഉൾപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് വരിക. അപ്പോൾ ഉയർച്ച ഉണ്ടെങ്കിലും അതിനെ പിടിച്ച് താഴ്ത്തി കെട്ടുന്നൊരവസ്ഥയ്ക്കാണ് അവൻ അനുഭവിക്കണം. ആ കുടുംബത്തിലെ അച്ഛനോ അച്ചാച്ചനോ അപ്പോൾ അവർ നല്ലൊരു അവസ്ഥയിലാവുണ്ടാവില്ല, കിടക്കുന്നുണ്ടാകുക, അല്ലെങ്കിൽ ഇരിക്കുന്നുണ്ടാകുക, പ്രേത ദുരിതങ്ങളോ അല്ലെങ്കിൽ ധർമ്മദേവാദികളെ വെച്ച് ആരാധിക്കുന്നില്ല വെച്ചാൽ അതിൻ്റെ അനർത്ഥങ്ങളോ ഉണ്ടാകും. അതേപോലെ തന്നെയാണ് അവിടുത്തെ ദേവീദേവന്മാരും എന്നാണ് പറഞ്ഞു വരുന്നത്. അച്ഛനും ദേവനും രാജാവാത്മാവും പ്രാണനസ്ഥിയും, പ്രാണനെ തന്നെ ഹനിക്കുന്ന പലതരത്തിലുള്ളതായ ദുരിതങ്ങൾ അതുകൊണ്ട് കാണിച്ചു തരുന്നുണ്ട്. അസ്ഥി വീഴ്ച, കയ്യോ കാലോ വീഴ്ചയോട് കൂടിയിട്ടൊക്കെ അസ്ഥിക്കാണ് ഇത്രയും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. കൈയൊടിയുക, കാലൊടിയുക, മജ്ജയ്ക്ക് പ്രശ്നങ്ങൾ വരിക, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഈ ക്യാൻസർ പോലുള്ളതായ ദുരിതങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് കേൾക്കുന്നവർ വ്യാഖ്യാനിക്കേണ്ട. ഇപ്പോൾ RC സെൻ്ററിലുള്ളവരൊക്കെ ഇതുപോലെ ആയിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതിൽ അങ്ങനെ സംഗതികളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വൈദ്യ ജ്യോതിർദിവാ നിത്യം ദിക്കുമർക്കേണ ചിന്തയിൽ. അപ്പോൾ വൈദ്യന്മാരെയും ജ്യോത്സ്യന്മാരെയും കർമ്മികളെയും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയും കൂടി ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇങ്ങനെയുള്ളതായ ഒരവസ്ഥകൾക്ക് വരാൻ കാരണം? നിത്യം ഡോക്ടറെ കാണിക്കാൻ പോവുക, നിത്യം വൈദ്യന്മാരെ കാണിക്കാൻ പോവുക, അല്ലെങ്കിൽ നിത്യം അമ്പലങ്ങളിൽ പോവുക, വഴിപാടുകൾ കഴിക്കുക, കർമ്മങ്ങൾ ചെയ്യുക, ഒരു പൂജാരി അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനെ വിട്ട് വേറെ ജ്യോത്സ്യനെ അടുത്തേക്ക് അന്വേഷിച്ച് പോവുക, കാരണം ശരിയാവാതെ. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കടയും തലയും തിരിച്ചറിയാത്തൊരവസ്ഥ പോലൊക്കെ വരാമെന്നാണ് പറയുക. എന്നാൽ ഈ ധർമ്മദേവാദികളുടെ അനുഗ്രഹങ്ങളുണ്ടെങ്കിലോ അധികാരം, സുഖം, പുത്രലാഭം, ബുദ്ധിക്കുണർവ്, ധനലാഭം, കീർത്തി, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് പറയുന്നത്. അപ്പോൾ ധർമ്മദൈവങ്ങൾ വലിയൊരു ഘടകമാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇതിനെല്ലാം ഭക്തിയില്ലാതെ അല്ലെങ്കിൽ ഭക്തിയുടെ പേര് പറഞ്ഞിട്ട് ചില ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാക്കുന്ന തരത്തിലായിട്ടും ആ വീട്ടുകാരും അല്ലെങ്കിൽ ഇതിനെ സഹകരിക്കുന്ന എല്ലാവരും പരസ്പരം വിട്ടകന്നു പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ധർമ്മദൈവങ്ങളും വേണ്ട, ബന്ധുക്കളും വേണ്ട, വിരുന്നേരും വേണ്ട, ശല്യമില്ലാണ്ടിരുന്നാൽ മതി എന്ന് പറയാവുന്ന അവസ്ഥയിൽ അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. അത് ആ ഒരു വീട്ടിലാണ് ഇപ്പോൾ ഇതിനെല്ലാം കൂടി ഇരിക്കണമെന്ന് വെച്ചെങ്കിൽ ഞങ്ങളുടെ വീട്ടിലായിരിക്കണം, നിങ്ങളതിന് കിടക്കാൻ പാടില്ല, വരാൻ പാടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോവില്ല, അവരായിട്ട് പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് അവിടെ പോവില്ല. അപ്പോഴും ഈ ഒത്തുചേരലുകൾ അവിടെ ഉണ്ടാകില്ല. അല്ലെങ്കിൽ അതൊക്കെ വെറുതെ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കണത്, അങ്ങനെയൊന്നുമില്ല. ധർമ്മമില്ല, ദൈവമില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ തൊട്ടത് അബദ്ധങ്ങൾ, അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് അനർത്ഥങ്ങളായിട്ട് തീരുമ്പോൾ, നിരന്തരം അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയോടുള്ള വെറുപ്പ്, വൈരാഗ്യം ഈ ദേവനോടും കൂടി, അദ്ദേഹം എല്ലാവരും ചേർന്ന് നിൽക്കുന്ന സംഭവങ്ങൾ അതിനോടും കൂടി വെറുപ്പ് വരികയും അവിടെ വിട്ടുപോകുകയും ദേവീദേവന്മാർ അനാഥത്വത്തിലേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടായും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ദൈവത്തിനെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ, നമ്മൾ സംരക്ഷിക്കുമ്പോൾ, നമ്മൾ ആചരിക്കുമ്പോൾ, നമ്മൾ വിളക്ക് വയ്ക്കുമ്പോഴാണ് നമുക്ക് ഒരു പ്രാർത്ഥിക്കാൻ തന്നെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ദൈവങ്ങൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്നല്ല, അതിനെ ഒരു ഐശ്വര്യം ഉണ്ടാക്കണമെങ്കിൽ, അതിനൊരു പ്രതിഫലനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ കുളിപ്പിക്കണം, വിളക്ക് വെക്കണം, കർമ്മം ചെയ്യണം, ആചരിക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഒരു കണ്ണാടി, ആ കണ്ണാടി ഉണ്ടെങ്കിലേ നമുക്ക് മുഖം നോക്കാനായിട്ട് പറ്റുള്ളൂ. കണ്ണാടി ഇല്ലെങ്കിൽ വെറുതെ ചെമ്പരമ നോക്കിയാലോ നമ്മളൊന്നും കാണില്ല. ആ സമയം കണ്ണാടിയാണെങ്കിലോ നമ്മുടെ മുഖം കൃത്യമായിട്ട് കാണാം. അതുതന്നെയാണ് കൃത്യമായിട്ടുള്ളതായ പരിപാലനം ഉണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ളതായ സംരക്ഷണം ഉണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള ആചാരങ്ങളുണ്ടെങ്കിൽ ആ ധർമ്മദൈവാദികളും സ്വന്തം കണ്ണാടി പോലെ തന്നെ നമ്മുടെ മുഖത്ത് നോക്കി കാണാവുന്ന പോലെ തന്നെ
വിളിച്ചാൽ വിളിപ്പുറത്ത് എന്ന് പറയുന്നതായ രൂപങ്ങളെ കൊണ്ട് ആ ധർമ്മദേവാദികളുടെ അനുഗ്രഹങ്ങൾ അവർക്കുണ്ടായിരിക്കും. ഇല്ലെങ്കിലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അനുഗ്രഹം ഉണ്ടാവില്ല. അവര് കരഞ്ഞു കണ്ണീരോടുകൂടി പടി പുറത്ത് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക. അതെന്തുകൊണ്ട്? ഇവരുടേതായ ശക്തി ചൈതന്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ പുറത്തുനിന്ന് വരുന്നത് ആഭിചാര ദോഷങ്ങളോ ആഭിചാര പ്രവൃത്തികളോ മറ്റ് കെട്ടുമുട്ട് ബന്ധനങ്ങളോ പ്രേത ദുരിതങ്ങളോ മറ്റ് സ്ഥലപരമായി കാണുന്നതായ ദുരിതങ്ങളൊക്കെ ഈ ധർമ്മദൈവങ്ങളിലോ പ്രതിഷ്ഠകളിലോ വന്നു കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ധർമ്മദൈവങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇവിടെ വെളുക്കില്ല തീയുമില്ല കർമ്മമില്ല ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ആ ധർമ്മദൈവങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് അശുദ്ധിയാവും. അതിനെ പിടിച്ചു നിൽക്കാനുള്ള പവർ അവർക്ക് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് മറ്റുള്ളതായ സംഗതികൾ വരുമ്പോൾ ഇവർ ഇതൊന്ന് അകന്നു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക. അപ്പൊ പുറത്തുനിന്ന് വന്നിട്ടുള്ള വിരുന്നുകാരൻ ഇവിടുത്തെ അധികാരിയായിട്ട് വരുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ആ ധർമ്മദൈവങ്ങൾക്കും ഒന്നും ഇല്ലാൻ പറ്റില്ല. ആ കുടുംബ നാനാമേടം കക്ഷികൾക്കും മേൽപ്പറഞ്ഞിരിക്കുന്ന ആപത്തനർത്ഥങ്ങള് വിട്ടുവീഴ്ചയില്ലാതെ തന്നെ അവർ അനുഭവിക്കേണ്ടി വരും. അത് രോഗിയായിട്ട് കിടക്കാം, അപകടങ്ങളോടുകൂടി ശരീരം തകർന്നു കിടക്കാം, മാനസികമായിട്ടുള്ള വൈകല്യങ്ങൾ, ഭ്രാന്ത് പോലുള്ള അവസ്ഥകൾ അങ്ങനെല്ലാം നേരിടാം. അല്ലെങ്കിൽ അമിത മദ്യപാനം, തല്ലേ വഴക്ക്, അല്ലെങ്കിൽ കണ്ടതൊക്കെ നശിപ്പിക്കുക, അങ്ങനെയും വരാം. അപ്പൊ ഇതിനൊക്കെ പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള അവസ്ഥകളോ മറ്റു ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ നേരെ കൊണ്ടുപോയി ഡോക്ടറെ അടുത്തേക്ക് തന്നെ കാണിക്കുക. അതെന്നെ കാണിക്കേണ്ടതും. അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ അല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെ നടത്തി സ്കാനിങ്ങുകളൊക്കെ നടത്തി അതിലൊന്നും പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിന് നന്നായി ഉറങ്ങുക, അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, വിഷമിപ്പിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് അവർ ഡി അഡിക്ഷൻ സെൻ്ററോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഗതികളിലൊക്കെ അവർക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റോ എന്തൊക്കെ കൊടുക്കാം. പക്ഷെ അങ്ങനൊക്കെ ചെയ്തിട്ടും ഭേദമില്ലാതെ വരുമ്പോൾ, സമാധാനമില്ലാതെ വരുമ്പോൾ ചിലവർ പിന്നെ കൊണ്ട് ശല്യം ചെയ്യുമ്പോൾ പൈസ കൊടുത്തിട്ടായാലും പിന്നെ പുറത്തിറക്കരുത്, അവിടെ കിടക്കട്ടെ, ജയിലിൽ അടച്ച പോലെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എവിടെയാണ് ഡി അഡിക്ഷൻ സെൻ്ററിലോ അല്ലെങ്കിൽ മറ്റ് ആശുപത്രിയിലോ ഒക്കെ അവനെ അവിടെ നിത്യ രോഗിയായിട്ട് കിടത്തുന്ന അവസ്ഥയിലേക്ക് വരും. അത്രയും ബുദ്ധിമുട്ടാകുമ്പോൾ. അല്ലെങ്കിൽ ചില വീട്ടുകാരാണെങ്കിൽ എൻ്റെ മകനെ, എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ ബന്ധുവിനെ ഇന്നമാതിരി വിഷമങ്ങളുണ്ട്, ഇന്നമാതിരി അത് എന്താണ് എന്നറിയണം എന്നുള്ള കണക്കാക്കലോടുകൂടി അവർ കൃത്യമായിട്ട് നല്ല അറിയാവുന്ന ജ്യോത്സ്യന്മാരോ കർമ്മികളോ സമീപിക്കുന്നു. അപ്പോൾ നല്ല അവരുടെ ഈശ്വരാനുകൂല്യം അല്ലെങ്കിൽ ദൈവാനുകൂല്യമുള്ള സമയമാണെങ്കിൽ അവർ നല്ല സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുക. അല്ലെങ്കിൽ നോട്ടക്കാർ നോക്കും, അവർ എന്താ പറയുക, ശിവനെ അർച്ചന ചെയ്തോളൂ, വിഷ്ണുവിനെ അർച്ചന ചെയ്തോളൂ, തട്ടകത്തിക്ക് ഇത് ചെയ്തോളൂ, അല്ലെങ്കിൽ അങ്ങനെ ചെറു വഴിപാടുകൾ, അല്ലെങ്കിൽ നവഗ്രഹ പൂജ ചെയ്തോളൂ, അല്ലെങ്കിൽ നീരാഞ്ജനം ചെയ്തോളൂ, അതുകൊണ്ടെല്ലാം ശുഭമായി മാറും എന്ന് പറയുമ്പോൾ അവർ എവിടേക്കൊക്കെയാണെങ്കിൽ അവർ പോകാൻ പറ്റുന്നത് വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് അവർ നോക്കും. അപ്പോൾ അത് സമാധാനം ഉണ്ടാവില്ല, വീണ്ടും അവർ വേറെ സ്ഥലത്ത് പോകും. അപ്പോൾ അവിടെയും ചെന്നിട്ട് അവർ പറയുന്ന പോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യും, അവർക്ക് യാതൊരു സമാധാനം ഉണ്ടാവില്ല. വീണ്ടും ഇന്നൊരാൾ സ്ഥലത്തുണ്ട് എന്ന് പറയുമ്പോൾ അവിടേക്ക് പോകും. അവിടേക്ക് ചെന്നാലും അവർ പറഞ്ഞാലും വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ടെങ്കിലും ആ കർമ്മങ്ങളിലൊന്നും അവർ വഴിപാട് കൊടുക്കൽ തന്നെയാവും പറയുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇനി ചാത്തൻ്റെ മഠത്തിലേക്ക് ഇത്ര കൊടുത്തോളൂ അല്ലെങ്കിൽ എത്ര കൊടുത്തോളൂ, അതിൽ അവസാനിപ്പിക്കും. അപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി പല തവണ ക്ഷേത്രങ്ങളിലോ മറ്റു കർമ്മങ്ങളിലോ കണ്ട് കറങ്ങി നടക്കുമ്പോൾ അവനെ കൊണ്ടുപോകുന്നതായ വീട്ടുകാർക്ക് തന്നെ അതിനോടുള്ള ഒരു വിശ്വാസമില്ലാതെ വരും, മടിപ്പ് വരും. ഇയാൾക്ക് നിന്ന് തന്നെ പതിവ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അനുഭവിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസമില്ല, ഞങ്ങൾ പോകാനുള്ള താല്പര്യമില്ല, ഞങ്ങളിൽ പൈസ ഇല്ല, ഇനി മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ, ഞങ്ങളതിനെ നേരിടാൻ തയ്യാറാണ് എന്ന് പറയുന്നവരുണ്ട്. അതല്ല, എന്തെങ്കിലും കാട്ടിയിട്ട് ഒരു ചെറിയൊരു വ്യത്യാസം ഈശ്വരൻ കൊടുക്കുമെങ്കിൽ എവിടേക്കാണെങ്കിൽ നമുക്ക് പോകാം. പൈസയിൽ ഒത്തിരി കുറവുള്ളൂ, നമുക്ക് കൃത്യമായിട്ടുള്ള അതിന് കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ അവർ പറയണത് ശരിയല്ല, നമ്മുടെ കാര്യങ്ങൾ അതിലല്ല കിടക്കണത് എന്ന് ഒരു ജ്യോത്സ്യൻ്റെയോ കർമ്മിയുടെ വാക്ക് കേട്ടാൽ വകതിരിവോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അവർ അത് ശരിയല്ല, അയാൾ പറയണത് ശരിയല്ല, അയാൾ വേറെ എന്തൊക്കെയോ പറയണത്, യാതൊരു നമ്മുടെ വിഷയങ്ങളായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് എന്ന് മനസ്സിലാകുന്ന വിലയിരുത്താൻ കഴിവുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വഴിപാട് കൊടുത്തു കഴിഞ്ഞാൽ മാറില്ല എന്ന് പറഞ്ഞത്,
വഴിപാട് സ്ഥായിയായിട്ട് അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവില്ല, അല്ലെങ്കിൽ തൽക്കാലം മുട്ടിറക്കലോ ഒന്നും മാറ്റം ഉണ്ടാകില്ല. അതൊക്കെ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ആശ്വാസം എന്നല്ലാതെ സ്ഥായിയായിട്ട് അതിനൊരു പരിഹാരങ്ങൾ ഉണ്ടാവില്ല. ആ പരിഹാരങ്ങൾ ഉണ്ടാവണമെങ്കിൽ അവൻ്റെ ധർമ്മദൈവങ്ങൾ എങ്ങനെ ഇരിക്കണോ എന്നുള്ളത് ചിന്തിക്കണം. അപ്പം അവിടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കർമ്മം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആ പ്രശ്ന മുഖാന്തരങ്ങളെ കൊണ്ട് ചിന്തിക്കുമ്പോൾ അവർക്ക് ഈശ്വരാനുകൂല്യമുണ്ടോ, ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ എങ്ങനെയാണ് അവരേതെങ്കിലും ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ പ്രേതദോഷങ്ങളുണ്ടോ, ശത്രുദോഷങ്ങളുണ്ടോ, സർപ്പദോഷങ്ങളുണ്ടോ, ആഭിചാരങ്ങളുണ്ടോ, കൈവിഷമുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കും. ആ ചിന്തിക്കുമ്പോൾ ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹമില്ല, അല്ലെങ്കിൽ വ്യാഴം മറഞ്ഞ രാശിയാണ് കിട്ടിയിട്ടുള്ളത്. വ്യാഴം മറഞ്ഞ രാശിയാണെങ്കിൽ അവരുടെ കാര്യങ്ങളെ നോക്കണ്ട എന്ന് വരെ പറയാം. കാരണം അത്രയും ദുരിതങ്ങളാണ് അനുഭവിക്കേണ്ടത്. പ്രേതബന്ധങ്ങളുണ്ടോ, പ്രേത ദുരിതങ്ങളുണ്ടോ, അത് ശക്തമായിട്ടുള്ളതായ ദുരിതങ്ങളാണോ, ദുർമരണ പ്രേതങ്ങളാണോ, ശക്തനായിരിക്കുന്ന നാഗങ്ങളുടേതായ ബുദ്ധിമുട്ടുകളുണ്ടോ, അവരിയ്ക്കുന്ന സ്ഥലത്ത്, അവരിയ്ക്കുന്ന ബെഡ്റൂമിൽ, അല്ലെങ്കിൽ കിച്ചണിൽ, അല്ലെങ്കിൽ ബാത്റൂമിൽ, അങ്ങനെയുള്ളതായ റൂമിലൊക്കെ എന്തെങ്കിലും പ്രേത ദുരിതങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ആ അനർത്ഥങ്ങൾ ഒരിക്കലും വിട്ടുപോകാത്ത അവസ്ഥ വരിക. അപ്പോൾ അതിനെ കണ്ടറിഞ്ഞ് കൃത്യമായിട്ട് അതിനൊരു കണക്കുകളൊക്കെ ഉണ്ടാക്കി അത് മാറ്റി എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യണം. ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാൻ നാരായണനെ, ഗുരുവായൂരപ്പനെ വേണ്ടുന്ന വഴിപാടുകൾ ചെയ്ത്, തട്ടകത്തമ്മയ്ക്കും വേണ്ടുന്ന വഴിപാടുകൾ ചെയ്ത്, ശിവന് പിൻവെളുക്കധാര, രുദ്രസൂക്തോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്ത്, രക്ഷസിനെ പത്മമിട്ട്, ചിലപ്പോൾ ബ്രഹ്മരക്ഷസിനെ എന്ന് പറയും, ചിലർ ദമ്പതി രക്ഷസിനെ പത്മം ഇട്ടിട്ടായിരിക്കാം പൂജ കർമ്മം പത്മമിട്ട് പായസം കഴിക്കുക എന്ന് പറയും. കർമ്മം ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ സ്വസ്തിക്ക് പത്മമിട്ടിട്ട് അതിലേക്ക് ആവാഹിച്ചിട്ട് അവർ കർമ്മം കൊടുത്ത് പ്രീതിപ്പെടുത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങളുടെ ചിലപ്പോൾ അത് ഒരു 1-2 ദിവസമോ ആ മൂർത്തികളുടെ ആധിക്യമനുസരിച്ച് ചിലപ്പോൾ കർമ്മങ്ങളിൽ ചെന്ന ഹോമകർമ്മങ്ങളിൽ മന്ത്രങ്ങളിൽ എണ്ണങ്ങൾ പെരുകി പോകും. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പറ്റില്ല, ചിലപ്പോൾ 2 ആളെ കൊണ്ട് വരാൻ പറ്റില്ല, 3 ആളൊക്കെ ഇരുന്നിട്ടാവും ചിലപ്പോൾ ചെയ്യാം. ഒരു സുദർശനം 2800 അല്ലെങ്കിൽ 2008 ഒക്കെ ചെല്ലുമ്പോൾ ഒരു മന്ത്രം തന്നെ ചെല്ലുമ്പോൾ അത്യാവശ്യം സമയം ഉണ്ടാകും. അത് 2000 ചിലവൊക്കെ എണ്ണുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ 2-3 പേര് ഇരുന്നിട്ട് ചുറ്റോട് ചുറ്റും ഇരുന്ന് അവർ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ചിലപ്പോൾ കഴിയുന്നു വരില്ല. അപ്പോൾ സുദർശനം മാത്രം പോരാ, ലഘു സുദർശനം ഉണ്ടാകും, അതേപോലെ തന്നെ പ്രത്യങ്കിരോ മറ്റേ യമരാജോ അല്ലെങ്കിൽ ദൃഷ്ടുപ്പോ അഘോരയോ അതൊക്കെയും അത്യാവശ്യം. അതേപോലെ തന്നെ ഈ തിലഹോമം 32,000 ഒക്കെ ഉരുവണം ജപിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ജപിച്ച് വരുമ്പോൾ അങ്ങനെയൊക്കെ ജപിച്ചിട്ടാണ് ആ മൂർത്തികളെ, ഒരു 10 ആനയുടെ പവറുള്ളതായ മൂർത്തികൾ കർമ്മങ്ങളുടെ പര്യവസാനത്തിൽ ഒരു എണീറ്റ് നടക്കാൻ ശേഷിയില്ലാത്ത, അല്ലെങ്കിൽ അത്ര ചെറുപ്പമായ ഒരു കുട്ടിയുടെ പരുവത്തിലായിരിക്കും. അവരുടെ ശക്തിയെല്ലാം പോയിട്ട് ഉദാഹരണമാണ് പറഞ്ഞിട്ടാ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവർ കർമ്മം ചെയ്ത് ആവാഹിക്കുമ്പോൾ എല്ലാ മൂർത്തികളും വിട്ടുമാറും. ആ ലെവലിലേക്ക് ആവണമെങ്കിൽ അത്യാധികം കർമ്മങ്ങൾ ചെയ്യണം. 1, 2, 3 ദിവസങ്ങളിരുന്ന് കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ മേടിക്കേണ്ടി വരും, കർമ്മികൾക്കും അതിന് ചിലവ് വരും, പൈസ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മാറ്റങ്ങളുണ്ടായിരിക്കും. ഒരു ചെറിയൊരു ചിറ്റിക കൊണ്ട് അടിച്ച് പൊട്ടിക്കുന്നതും ഒരു കൂടം കൊണ്ട് അടിച്ച് പൊട്ടിക്കുന്നതും വളരെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു ലോഡ് കല്ല്, ഒരു വണ്ടിയിലേക്ക് കൊള്ളാവുന്ന ഒരു കല്ല് ചെറിയൊരു ചിറ്റിക കൊണ്ട് ഒരു മെറ്റൽ കുത്തുന്ന ചിറ്റി കൊണ്ട് അടിച്ച് പൊട്ടിക്കണമെന്നുണ്ട് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാവുക? ആ സമയം കൂടം കൊണ്ടാണ് തല്ലി പൊട്ടിച്ചൊരു വണ്ടിയിലേക്കുള്ള കല്ല് അടിക്കുന്നവർക്ക് ആ കരിങ്കല്ലിൻ്റെ സ്ഥിരം പണി ചെയ്യുന്നവർക്ക് അവരെ കൊണ്ട് സാധിക്കും, അവരെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞു വന്നത് കർമ്മങ്ങളായിട്ട് ചെയ്യുമ്പോഴേ ആ ദോഷങ്ങളൊക്കെ മാറി, ബാധാപദ്രവങ്ങൾ മാറി, ശത്രുദോഷങ്ങൾ മാറി, പ്രേത ദുരിതങ്ങളോ സർപ്പ ദുരിതങ്ങളോ മാറി. എന്നിട്ടോ ധർമ്മദൈവങ്ങളെ കൃത്യമായിട്ട് ആചരിച്ച് അവർക്ക് തറകെട്ടി അല്ലെങ്കിൽ ക്ഷേത്രം പണിത് ഏതാണ് ഉചിതമായ രീതി, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്രോതസ്സനുസരിച്ച് എങ്ങനെ അവരെ കുടിയിരുത്താൻ പറ്റും, അത് നോക്കിയിട്ട് കൃത്യമായിട്ട് അവിടെ ആ ധർമ്മദൈവങ്ങളെ കുടിവയ്പ്പ് നടത്തി അവർക്ക് നിത്യം വിളക്ക് വെച്ച് ആരാധിക്കുക, മാസത്തിൽ കർമ്മങ്ങൾ ചെയ്യുക, വാർഷികമായിട്ട് അവരുടെ വാർഷിക കർമ്മം
ഉത്സവങ്ങളുണ്ടെങ്കിൽ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ധർമ്മദേവാദികളുടേതായ ശക്തികൾ വർദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ വർദ്ധിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മേൽപ്പറഞ്ഞിരിക്കുന്ന പോലെ മറ്റ് പുറത്തുനിന്ന് വരുന്നതായ ഏതൊരു ശത്രു ക്ഷുദ്രാഭിചാര മാരണബാധകളോ ആഭിചാര ദോഷങ്ങളോ കർമ്മബന്ധനങ്ങളോ ആ 4-ാം മേടത്തേക്ക് എത്തി പോലും നോക്കാൻ ധൈര്യപ്പെടില്ല അവര്. കാരണം അവിടെ നമ്മളെക്കാളും ശക്തിയേറിയതോ അല്ലെങ്കിൽ നമ്മളെ പോലുള്ളതായ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടേതായ ദൃഷ്ടികൾ നമുക്ക് നേരെ വരുന്നുണ്ട്, നമുക്കൊണ്ട് കിടക്കാൻ പറ്റില്ല, അവരെ കണ്ണ് വെട്ടിച്ച് കിടക്കാൻ പറ്റില്ല എന്ന് വരുമ്പോൾ അവരവിടെ മാറി നിൽക്കും. വീണ്ടും ഇതേപോലെ തന്നെ ഒരു ദുരിതങ്ങളൊക്കെ വരുന്ന എത്ര കാലമായാലും ശരി അവരവിടെ നിൽക്കും. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ കുടുംബത്തേക്ക് ഞാൻ പറഞ്ഞു, നാശത്തിൽ നിന്ന് നന്നാവണമെങ്കിൽ ഈ വഴിപാടുകൾ മൊത്തം കൊടുക്കാതെ അത് കുടിവെച്ചിരിക്കുന്ന ധർമ്മദൈവാദികളെ അതിനെ കൃത്യമായിട്ട് ആചരിക്കുക, പരിപാലിക്കുക. അവർക്ക് വേണ്ട കർമ്മകാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കുടുംബ 4-ാം മേടത്തേക്ക് വേണ്ടുന്നതായി ഉയർച്ചകളുണ്ടായി, ഐശ്വര്യങ്ങളുണ്ടായി, സമ്പത്തുണ്ടായി, രോഗങ്ങൾക്ക് മാറ്റമുണ്ടായി, എല്ലാവർക്കും എന്നെന്നും നല്ലത് വരാനുള്ള അനുഗ്രഹം ആ കുടുംബ 4-ാം മേടത്തെ ഗുരുമുത്തച്ഛന്മാരും മന്ത്രമൂർത്തികളായിട്ടും അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് വീഴ്ച വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഴ്ച പരിഹരിച്ച് നിത്യം ധർമ്മദൈവങ്ങളെ പൂജിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അവരുടെ മക്കളുടെ മക്കളോടോ പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് നമ്മുടെ കുലദൈവമാണ്. നമ്മൾ ദിവസത്തില് ഒരു 2 നേരം ഒരു 5 മിനിറ്റെങ്കിലും വന്നിട്ട് ഇവരെ പ്രാർത്ഥിക്കണം. ഇവരുടെ അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് നാമജപങ്ങൾ ചെയ്യണം. രാമ രാമ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ അതായാലും അമ്മേ നാരായണായാലും നിത്യം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കുടുംബ 4-ാം മേടത്തെ എല്ലാ മക്കൾക്കും നല്ലതായ വിശ്വാസത്തോടു കൂടിയും ആ ധർമ്മദൈവങ്ങളെ തലമുറകളായിട്ട് ആചരിക്കേണ്ടതായ ഒരു മനസ്സ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു സംഭവം അവർക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇന്ന് 4 മണിക്ക് കഴിഞ്ഞാൽ ഇന്ന സീരിയലാ, 5 മണിക്ക് ഇന്ന സീരിയലാ, 8 മണി കഴിഞ്ഞാൽ വേഗം പാത്രങ്ങളൊക്കെ മോറി കമഴ്ത്തി വെച്ച് വരുമ്പോഴേക്കും അവർ സീരിയലിൻ്റെ നേരമായി. ഭക്ഷണം പോലും കഴിക്കേണ്ട സീരിയൽ കാണും. എന്നാൽ ദൈവത്തിനെ വിളിക്കേണ്ട കാര്യത്തിന് ആർക്കും നേരമില്ല. എന്നാൽ കുറിയിടില്ലോ അല്ലെങ്കിൽ പറയുമ്പോൾ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒക്കെ വലിയ വിശ്വാസികളാണെന്നുള്ള മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തും. എന്നാൽ സ്വയം അവർ ഈശ്വരനെ വിളിക്കില്ല. അങ്ങനെ കഷ്ടങ്ങളായിട്ട് വരുമ്പോൾ അവർ സ്വയം ഒന്നാൽ ഈ മതത്തിൽ തന്നെ മാറി മറ്റൊരു മതങ്ങളെ അവരുടേതായ കർമ്മങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് വന്ന് ചേരുക. അപ്പം നമ്മുടെ ധർമ്മദൈവങ്ങളെ പ്രാർത്ഥിച്ചാൽ അവരെന്നെ മതി. കാരണം ഈ ദൈവം എന്ന് പറയുന്നത് ഒരേ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അത് പല ഭാവങ്ങളിൽ ആണ് അതിനെ കാണുന്നതും ആചരിക്കുന്നതും. അപ്പോൾ ദൈവിക ശക്തി പകലും രാത്രിയുള്ള പോലെ തന്നെ പകലുള്ളത് കൊണ്ടാണ് രാത്രിനെ തിരിച്ചറിയണം, രാത്രി ഉള്ളത് കൊണ്ടാണ് പകലിൻ്റെ മേന്മ തിരിച്ചറിയുന്നതും. അപ്പം ഇതിനൊക്കെ തരുന്നതായ ആ ജീവാംശം അല്ലെങ്കിൽ ആ വെളിച്ചം തരുന്ന ഭഗവാൻ എന്ന് പറഞ്ഞ ഈശ്വരൻ നമുക്ക് ഒന്നേ ഉള്ളൂ. അതെല്ലാവരും വ്യത്യസ്ത മതങ്ങളിൽ വ്യത്യസ്ത ആചാരങ്ങളെ കൊണ്ട് വ്യത്യസ്ത ഭാവങ്ങളെ കൊണ്ട് കണ്ടറിഞ്ഞതിനെ ആരാധിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ധർമ്മദൈവങ്ങൾ ആ ദൈവിക ശക്തിനെ നിത്യം ആചരിക്കാനുള്ളതായ ഒരു കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ ആചരിക്കുന്ന എല്ലാവർക്കും ആ ദേവിദേവന്മാരുടെയും ധർമ്മദൈവാദികളുടെയും ഗുരുമുത്തച്ഛന്മാരെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.